ഇത് എത്ര നേരമായി ഞാൻ ഡ്രൈവ് ചെയ്യുന്നു. അയ്യോ മാഡം, ഒരല്പം കൂടെ മുന്നോട്ട് പോയ സ്ഥലമെത്തി. പാലം എത്താറാമെന്നൊന്ന് വിളിച്ചോ. താനും കൂടെ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാകുമായിരുന്നോ? അയ്യോ, ഞാൻ പറഞ്ഞിരുന്നില്ല അങ്ങോട്ടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ എവിടെ കണ്ട ആളുകൾ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ അവിടെ താമസിക്കുന്ന ആ സ്ത്രീയെ പറ്റി അത്ര നല്ല... എനിക്ക് കേൾക്കണ്ട. അവിടെ താമസിക്കുന്നവരുടെ ജാതകം നോക്കിയിട്ടല്ല ഞാൻ സ്ഥലം മേടിക്കുന്നത്. അതല്ല മാഡം, ഒരു കാലത്ത് എനിക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബമായിരുന്നു. ഇപ്പോൾ സാമ്പത്തികമായി നല്ല ക്ഷീണമുണ്ട്. അവരുടെ അനിയനെന്തോ മ്യൂസിക്കിൻ്റെ മറ്റോ എന്തോ തുടങ്ങാൻ കുറച്ച് പണം വേണം. അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് തന്നെ മാഡം വിളിക്കുന്നത്. ഇതുപോലെ പുഴയുടെ തീരത്ത് തന്നെ റിസോർട്ട് പണിയാൻ പറ്റിയ സ്ഥലം വേണമെന്ന് പറഞ്ഞു. മതി മതി, താൻ വച്ചോ, ഞാൻ വിളിക്കാം. എക്സ്ക്യൂസ് മീ അങ്കിൾ, ആ ഫോണൊന്ന് തരുമോ? എൻ്റെ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യണമായിരുന്നു. താങ്ക് യു. ഒന്ന് നിൽക്കു സഖാവേ. ഉത്സവമടത്തെ നാരായണനാണ്. ശേഖരൻ സഖാവ് എന്നെ ഓർക്കുന്നുണ്ടാവും. ഈ വഴി തുടങ്ങുന്നതിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് ഒരു പഴയ സൈക്കിളിൽ പ്രസ്ഥാനത്തിൻ്റെ ജീർണിച്ച വ്യവസ്ഥിതിയിലെ തെറ്റുതിരുത്തുന്നതിനു വേണ്ടി, പ്രസ്ഥാനത്തിന് കൈമോശം വന്ന മാനുഷിക മുഖം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, വിപ്ലവാധിഷ്ഠിത വികസനം സ്വപ്നം കണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സൈക്കിൾ ഉരുട്ടി സഖാവ് ശേഖരൻ നീ വരുത്തി തീർത്തു. പക്ഷേ നിനക്കുറപ്പിച്ച് ഈ കണ്ണുകളിലേക്ക് നോക്കി പറയാമോ, അവിടെ മരിച്ചു കിടക്കുന്നു നിന്റെ ഭാര്യയോട് എന്തെങ്കിലും മനുഷ്യത്വം കാട്ടിയിരുന്നുവെന്ന്, അവൾ ആരായിരുന്നുവെന്ന് നീ അറിയാതെ പോയി ശേഖര. നീ വിളിച്ച ഓരോ ഇംഗ്ലാവുകൾക്ക് പിന്നിലും അവളുണ്ടായിരുന്നു. നീ അതറിയാതെ പോയി. ഹോസ്പിറ്റലിലെ സഖാക്കളുടെ കാര്യം സഖാവേ കറണ്ടില്ലല്ലോ. അത് ഈ പ്രദേശത്തൊക്കെ ഇപ്പം അങ്ങനെ സഖാവേ. അക്രമരാഷ്ട്രീയമല്ല ഈ നാടിനാവശ്യം. പ്രസ്ഥാനം പറയുന്ന നെറുകേടുകൾ എന്തും അനുസരിക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. ചോദ്യം ചെയ്യപ്പെടണം. നേതാക്കന്മാർ ചോദ്യം ചെയ്യപ്പെടണം. പാർട്ടിക്ക് നഷ്ടമായ മാനുഷിക മുഖം നമുക്ക് തിരികെ കൊണ്ടുവരണം. ലാൽ സലാം. ലാൽ സലാം സഖാ. The next World War will result in the disappearance from the face of the earth, not only of reactionary classes and dynasties, but also of entire reactionary people.
and that too is a step forward. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എന്തിനാണിങ്ങനെ അണികളെ വഞ്ചിക്കുന്നത്? കൊച്ചിയിൽ പോയി ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് എന്തിനു വേണ്ടിയാണ്? അതല്ലേ അക്രമരാഷ്ട്രീയം? പിന്നെ എന്തിനാണ് അക്രമരാഷ്ട്രീയം വെടിയണമെന്നും പാർട്ടിയുടെ നഷ്ടപ്പെട്ട മാനുഷിക മുഖം എന്നൊക്കെ പറഞ്ഞ് ആദർശധീരനായ സഖാവ് പേരൂർക്കട സദാശിവൻ്റെ മകളാണ് ഞാൻ. ശേഖരൻ എന്ന കളിക്കൂട്ടുകാരന് കമ്മ്യൂണിസം പറഞ്ഞു തന്ന നീലാംബരി. എത്ര നാളായി സഖാവ് ശേഖരൻ്റെ മാനുഷിക മുഖം ഞാനൊന്ന് കണ്ടിട്ട്. കൊന്നു നിങ്ങൾ സഖാവ് സദാശിവനെ. കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ പാവം പോയി. വലിയ പ്രതാപമുള്ള തറവാടായിരുന്നു. സുഹൃതക്ഷയം സഹനമായിരുന്നു അവൾ. എൻ്റെ കുട്ടി എല്ലാം ഉള്ളിലൊതുക്കി, ആരോടും ഒന്നും പറഞ്ഞില്ല. അതങ്ങനെ ഉരുകി തീർന്നു. ശോ, അവളുടെ കണ്ണിലാണ് സൂര്യചന്ദ്രന്മാർ അസ്തമിച്ചുദിച്ചത്. വലിയ കാറ്റുകളും ആ കണ്ണിൽ ഉറങ്ങിയിരുന്നു. എങ്ങുമെത്താ വഴിയുടെ ഇങ്ങേത്തല തുടങ്ങിയതും ആ കണ്ണിലായിരുന്നു. ആ വഴിയിൽ അലഞ്ഞവരാരും നിരാശരായില്ല. ആ വഴിയിൽ വീശിയടിച്ച കാറ്റിന് നല്ല പെണ്ണിൻ്റെ വിയർപ്പ് ഗന്ധമുണ്ടായിരുന്നു. സ്നേഹം പങ്കുവച്ചപ്പോൾ അടർന്നു വീണ അവളുടെ ഓരോ തുള്ളി വിയർപ്പിലും അക്ഷരത്തുള്ളികളുണ്ടായിരുന്നു. കരയുന്ന, ചിരിക്കുന്ന, ചിന്തിക്കുന്ന അക്ഷരത്തുള്ളികൾ.
ക്ഷീണിച്ചു. നിന്റെ യൗവനത്തിനൊപ്പിൽ തകർന്നടിഞ്ഞു ഞാൻ. നിന്റെ ശരീരം എന്നോട് കാട്ടിയ ദയയിൽ ആനന്ദം കണ്ടെത്തിയവനാണ് ഞാൻ. അച്ഛനും അമ്മയും എനിക്കറിഞ്ഞിട്ട പേരാണ് ദയാനന്ദൻ. ഞാൻ കടം വാങ്ങിയ അക്ഷരങ്ങൾക്ക് ആ ഊച്ചാളിപ്പത്രത്തിൻ്റെ പത്രാധിപർ നൽകിയ വിലയാണ്. ഇത് നിന്റെയാണ്. നിന്റെ വെളിച്ചം കൂടി ഞാൻ കടം കൊള്ളുകയാണ്. കടം കൊണ്ടതാണിതത്രയും, ദാ ഈ കോണകവും സഞ്ചിയും, പിന്നെ വെളിച്ചവും രതിയും അക്ഷരങ്ങളും. കടം കൊണ്ടു കടപ്പെട്ടു പോയി വല്ലാതെ, കടം കൊണ്ടൊരാ ആശയം. ആമാശയത്തിനുതകില്ലല്ലോ. ഭക്ഷണം കടം കിട്ടാനില്ലാത്തത് കൊണ്ട് ആമാശയത്തിന് നവതിയാണ് അഭികാമ്യം. ഇനിയും ഈ വഴികളിൽ ചൂടുതേടി അലയേണ്ടതില്ലല്ലോ. വഴിയുടെ ഇങ്ങേത്തല ആ കണ്ണുകൾക്കുള്ളിൽ അടഞ്ഞുപോയി എന്നേക്കും. ഇനിയും ഈ വഴികളിൽ ചൂടുതേടി അലയേണ്ടതില്ലല്ലോ. വഴിയുടെ ഇങ്ങേത്തല ആ കണ്ണുകൾക്കുള്ളിൽ അടഞ്ഞുപോയി എന്നേക്കും.
അവൾ ആരായി? ചിരിക്കുന്ന, ചിന്തിക്കുന്ന അക്ഷരത്തുള്ളികളെ എനിക്കും നിനക്കും നൽകിയ അവൾ ആരായി? അവൾ ആരായിരുന്നു എനിക്ക്? പിന്നെ നിനക്ക് അവൾ ആരായിരുന്നു? അവൾ ചേറായിരുന്നു. അവൾ ചേറുമാത്രമായിരുന്നു. അക്ഷരത്താമരകളെയേറെ ഗർഭത്തിൽ പേറിയ ചേറ്. അത് നിങ്ങളുടെ ആരായിരുന്നു? ചേച്ചി, എൻ്റെ ചേച്ചിയമ്മ. ഓ, നിങ്ങളാണല്ലേ ആ മ്യൂസിക് ബാൻഡിൻ്റെയൊക്കെ ആൾ. ഒന്നും തോന്നരുത്, ഞാൻ ഈ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ച് വന്നതാ. അപ്പോഴാ ഞാൻ വെയിറ്റ് ചെയ്യാം. ക്യാൻ വി ടോക്ക് പ്ലീസ്? ഇതിനി ആർക്കും വിൽക്കുന്നില്ല. എൻ്റെ ചേച്ചിയമ്മയുടെ മണ്ണായത്. ഇത് കൊടുക്കുന്നില്ല. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. സൂര്യ, വരുന്ന ചേച്ചി. എന്താ ചേച്ചി വിളിച്ചത്? എത്ര നേരാടാ കുളിക്കാൻ? ഇനി എപ്പോഴാണ് ചേച്ചി ഇതുപോലെ ഒന്ന് കുളിക്കാൻ പറ്റുക? ബാംഗ്ലൂരിൽ നിന്ന് നേരെ ലണ്ടൻ. എന്നാലും എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല നീ ലണ്ടനിൽ പോകുന്ന കാര്യം. ഇനി ഈ വലിയ വീട്ടിലും പറമ്പിലും ഞാൻ ഒറ്റയ്ക്കായി. ചേച്ചിയമ്മേ, എനിക്ക് പോകണ്ട. ചേച്ചി ഇവിടെ തനിച്ചാക്കി എനിക്ക് എവിടെയും പോകണ്ട. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കിട്ടുന്ന പഠിപ്പൊക്കെ മതിയെന്ന്. ഡാ, വേണ്ട, നീ പോകണം. നന്നായി പഠിച്ച് ലോകമറിയുന്നൊരു മ്യൂസീഷ്യനാകണം. നീ വാ, ഭക്ഷണം കഴിക്കാം. ചേച്ചിയമ്മേ, ഞാൻ പോയി കഴിയുമ്പോൾ ശേഖരേട്ടൻ വഴക്കിന് വരുമോ? ഹേയ്, അതൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ വലിയ നേതാവല്ലേ. പിന്നെ ഡിവോഴ്സ് കേസ് ഏകദേശം കഴിയാറായി. ഇനി എന്തെങ്കിലും പ്രശ്നത്തിൽ അയാൾ പെട്ടാൽ ഒരു പക്ഷേ. ഹേയ്, അതുകൊണ്ട് ആ പേടി വേണ്ട. കോടതിയിലൊക്കെ ഇനി ഒറ്റയ്ക്ക് പോകണ്ടേ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ പോണില്ല ചേച്ചിയമ്മേ. എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യ. എന്തേ സൂര്യ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയമ്മേ, ചേച്ചിക്ക് പഴയ പോലെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിച്ചൂടെ കുട്ടികളെ? ഏച്ചിക്ക് അതിനൊക്കെയുള്ള മനസ്സ് പോയി. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചേച്ചി? അതൊന്നും നീ ചിന്തിക്കുകയേ വേണ്ട.
പറമ്പിൽ നിന്നൊക്കെ ഉള്ള ആദായം ഉണ്ടല്ലോ, ചേച്ചിക്ക് അതൊക്കെ ധാരാളം മതി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നോട്ടെ, ഉറക്കം വരുന്നവരെ. ഉം. സിദ്ധാർത്ഥ് സാറല്ലേ? സാറിൻ്റെ ആരാ മരിച്ചത്? അയ്യോ, സാറായിരുന്നോ? എത്ര കാലമായി സാറേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. സുഖമല്ല നാരായണ. ഇങ്ങത്താ സാറേ, ഞാൻ പിടിക്കാം. നോക്കി വാ സാറേ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാറേ. കൊടുങ്കാറ്റിൻ്റെ തീർത്ഥാടനത്തിന് ഏതാണ്ടോ വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പത്രത്തിൽ കണ്ടായിരുന്നു. കൊച്ചു കുളിക്കുക. സാറ് മുകളിലിരുന്നോ? വൈകുന്നേരമായ ഇവിടെ നല്ല തണുത്ത കാറ്റാ. വെള്ളം മറ്റോ വേണമായിരിക്കോ? വെള്ളം മാത്രം ആക്കണ്ട, ഇരിപ്പുണ്ടോ? കാണും. ആയിക്കോട്ടെ. ഓ, മൺപാത്രത്തിലെ വെള്ളത്തിന് നല്ല തണുപ്പാ. നാരായണൻ ഒന്ന് വീശുന്നോ? ഓ വേണ്ട സാറേ, ഞാൻ പോയേക്കോ. പഴയ പോലെ പണിയൊന്നുമില്ല, എന്നാലും വരും. പറ്റണ പോലെയൊക്കെ വൃത്തിയാക്കി അങ്ങോട്ട് ഇടും. കാശിന് വേണ്ടിയിട്ടല്ല, അല്ല തരാനായിട്ട് കൊച്ചിൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. എന്നാലും എൻ്റെ സമാധാനത്തിന് വരും. കൊച്ചിനതൊരാശ്വാസമാണ്. എന്നാ ഞാൻ അങ്ങോട്ട് പോയേക്കാം. പുഴ പോലെ സുന്ദരിയായിരിക്കുന്നു. രാജസ്ഥാനിലെ ഗലികളിൽ കണ്ട രജപുത് സുന്ദരിമാരുടെ കണ്ണുകളേക്കാൾ വശ്യതയുണ്ട് നിന്റെ കണ്ണുകൾക്ക്. അലഞ്ഞു ഒരുപാട്, കാണുവാൻ കൊതിയായി വന്നു. അത്താഴം കഴിച്ചോ? ഇല്ല, പതിവുകളൊന്നും സിദ്ധാർത്ഥ് തെറ്റിക്കാറില്ല. നല്ല വിശപ്പുണ്ട്. കൊടുങ്കാറ്റിൻ്റെ തീർത്ഥാടനം. അങ്ങനെ തീർത്ഥാടനത്തിന് പോയ കൊടുങ്കാറ്റ് എൻ്റെ കൊമ്പൻ മീശക്കാരന് അവാർഡ് നേടിത്തന്നു. എന്തു പറയുന്നു പ്രാണപ്രേയസി മിസ്സിസ് സിദ്ധാർത്ഥ്?
നീ എവിടെയായിരുന്നു നീലാംബരി ഇത്ര നാൾ? 3 മാസങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു രാത്രിയിൽ എന്നെ നന്ദു കൊടുങ്കാറ്റ് തീർത്ഥാടനത്തിനിറങ്ങിയ ആ രാത്രി സമ്മാനിച്ച ക്ഷീണത്തിൽ വല്ലാതെ ഉറങ്ങിപ്പോയി. പിന്നീട് ഇന്നാണ് നീലാംബരി ഉണർന്നത്. എൻ്റെ ശരീരത്തിന് ജനാലയ്ക്കപ്പുറത്തെ പുഴയ്ക്കും ഒരേ ഭംഗിയാണെന്ന് അന്ന് പറഞ്ഞില്ലേ. എല്ലാവരും പോയി, ഞാനും നിൽക്കുന്നില്ല. സൂര്യാംശു അല്ലേ? ചേച്ചമ്മ പറയാറുണ്ട്. സിത്താർ സാറിനെ എനിക്കറിയാം. നല്ലോണം രാത്രിയായി. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, അതുകൊണ്ടല്ല. സൂര്യ എങ്ങോട്ടാണ്? ബാംഗ്ലൂർ. ഞാൻ മടങ്ങി വരും. കർമ്മങ്ങൾ ബാക്കിയുണ്ട്. നീലാംബരിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞ് ഞാനും. കാലത്തിൻ്റെ സീമകൾക്കപ്പുറത്തുള്ള ചുടലക്കാടുകളിലേക്ക് നീ യാത്ര പോവുകയാണ് അല്ലേ? നിന്റെ അക്ഷരങ്ങളാണ് കൊടുങ്കാറ്റായി മാറിയത്. എന്തിനാണ് നിന്റെ അക്ഷരങ്ങളുടെ കാവൽക്കാരനാക്കി എന്നെ മാറ്റിയത്? റൈറ്റേഴ്സ് ബ്ലോക്ക്. ആ ബ്ലോക്ക് കുത്തിപ്പൊട്ടിച്ച് തന്നതിന് നീലാംബരിക്ക് അവാർഡൊന്നുമില്ലേ? മഴ പെയ്തു വീണ പടികളിൽ കരിയിലകളും പച്ചപ്പായലും മെല്ലെ വകഞ്ഞു മാറ്റിയാൽ കാണാം നിന്നെ തേടിയലഞ്ഞ എൻ്റെ കാൽപ്പാടുകൾ. നീ എന്നോട് പറഞ്ഞ സ്നേഹവാക്കുകളൊക്കെയും കുന്നിക്കുരുമണികളിൽ ഞാൻ ഒളിപ്പിച്ചു വച്ചിരുന്നു. പക്ഷേ അഗ്നിയെല്ലാം കവർന്നെടുത്തു.